ഹായ് ഫ്രണ്ട്സ്, PSC ഫാക്ടറികൾ നടത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ 5ാമത് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള 4 ക്ലാസ്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വീതമായിരുന്നു. പക്ഷേ ആ ക്ലാസ്സുകൾ കണ്ട അധികം പേരും എന്നോട് ആവശ്യപ്പെട്ടത് ഓരോ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു പോകാനായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ആ ടോപ്പിക്കിനെ കുറിച്ച് സമ്പൂർണ്ണമായ ഒരു പഠനമൊന്നുമല്ല നമ്മൾ നടത്തുന്നത്. PSC പരീക്ഷകളിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഈ ക്ലാസ് പോകുന്നത്. പുതിയ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പഴയ 4 ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ ഒന്ന് കയറി കണ്ടിട്ട് ഏത് രീതിയിലുള്ള പഠനമാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ള വിവരം നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്ത് വരുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജുകളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ദ വാല്യൂ വിച്ച് ഗീവ് അസ് ആൻ ഐഡിയ അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് observation in the central part of the distribution are known as measures of central tendency or averages. The value which give us an idea about the concentration of observation in the central part of the distributions are known as the measures of central tendency or averages. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയെ സൂചിപ്പിക്കുന്ന ഒരു സിംഗിൾ വാല്യൂ, ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സിംഗിൾ വാല്യൂവിനെയാണ് ആവറേജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ 60 കുട്ടികളുടെ മാർക്ക് എടുക്കുക. 60 കുട്ടികളുടെയും മാർക്ക് നമ്മൾ ചോദിക്കുന്നതിന് പകരം ആ ക്ലാസ്സിൻ്റെ മൊത്തം നിലവാരം മനസ്സിലാക്കുന്നതിനായിട്ട് ആ ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ മതിയാകും. അതുപോലെയാണ് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ റൺസിൻ്റെ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കളിക്കാരൻ്റെ നിലവാരം എത്രമാത്രം എന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിന് ചില ഡിസറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഗുഡ് ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ഡിസറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ആൻഡ് റിജിഡ് ഡെഫിനിഷൻ. സെക്കൻഡ് വൺ, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. തേർഡ് വൺ, ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ. എ ഗുഡ് ആവറേജ് ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ. Fourth one, least affected by extreme values. Fifth one, least affected by fluctuation of sampling. Sixth one, capable of further mathematical treatment. Desirable properties of a good averages. First one is simple and rigid definition. Second one, simple to understand and easy to calculate. Third one, based on all the observation. Fourth one, least affected by extreme values. Fifth one, least affected by fluctuation of sampling. Sixth one, capable of further mathematical treatment. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആവറേജസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് യൂസ് ചെയ്യാറുള്ള ടൂൾസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, അരിത്തമെറ്റിക് മീൻ. സെക്കൻഡ് വൺ, മീഡിയൻ. തേർഡ് വൺ, മോഡ്. ഫോർത്ത് വൺ, ജിയോമെട്രിക് മീൻ. ഫിഫ്ത്ത് വൺ, ഹാർമോണിക് മീൻ. ഏതൊക്കെയാണ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ്? ഫസ്റ്റ് വൺ, അരിത്തമെറ്റിക് മീൻ. സെക്കൻഡ് വൺ, മീഡിയൻ. തേർഡ് വൺ, മോഡ്. ഫോർത്ത് വൺ, ജിയോമെട്രിക് മീൻ. ഫിഫ്ത്ത് വൺ, ഹാർമോണിക് മീൻ. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു റോ ഡേറ്റയിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാണും എന്നാണ്. നമ്മൾ പ്രോബ്ലം ഒന്നും ഇവിടെ നോക്കാൻ പോകുന്നില്ല, അതിൻ്റെ ഫോർമുല മാത്രമാണ് നമ്മളിന്ന് നോക്കി വയ്ക്കുന്നത്. കാരണം PSC പരീക്ഷകളിൽ പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് വന്നാൽ പോലും നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് സിമ്പിളായിട്ടത് കാണുന്നതിനായിട്ട് സാധിക്കും. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. Consider a raw data containing n observations x1, x2, x3, etc. xn. The mean can be calculated by x bar is equal to sum of the observation divided by number of observation. That's equal to x1 plus x2 plus x3 plus etc. plus xn divided by n. That's equal to sigma x divided by n. Mean is equal to sigma x divided by n. അടുത്തതായിട്ട് നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത് എന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ദാറ്റ് ഈസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ, വേർ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഈസ് ദ ടോട്ടൽ ഫ്രീക്വൻസി. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോഴും ഇതേ ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്, ദാറ്റ് ഈസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ, വേർ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഈസ് ദ ടോട്ടൽ ഫ്രീക്വൻസി. അരിത്തമെറ്റിക് മീൻ എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് അരിത്തമെറ്റിക് മീനിൻ്റെ 4 പ്രോപ്പർട്ടീസാണ്. ഇതിൻ്റെ പ്രൂഫൊന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ 4 പ്രോപ്പർട്ടീസും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ചിലപ്പോൾ 3ാമത്തെയും 4ാമത്തെയും പ്രോപ്പർട്ടീസ് വെച്ച് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ആ ഒരു 3ാമത്തെയും 4ാമത്തെയും പ്രോപ്പർട്ടീസ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആ 4 പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, the sum of deviations of item in a data from the arithmetic mean is always 0. The sum of deviations of item in a data from the arithmetic mean is always 0. That is sigma x minus x bar is equal to 0. Sigma x minus x bar is equal to 0. The sum of deviations of item in a data from the arithmetic mean is always 0. Property number 2. The sum of squares of the deviations of the item in a data is the least when the deviation is taken about the mean. Property number 2. The sum of squares of the deviations of the item in a data is the least when the deviation is taken about the mean. That is sigma x minus a the whole square is least when a is equal to x bar. Sigma x minus a the whole square is least when a is equal to x bar. Third property, if the mean of n observations x1, x2, etc. xn is x bar, then the mean of the observations x1 plus or minus a, x2 plus or minus a, etc. xn plus or minus a is x bar plus or minus a. That is, if each observation is increased by a, then the mean is also increased by a, and if each observation is decreased by a, then the mean is also decreased by a. Fourth property, the mean of n observations x1, x2, etc. xn is x bar. If each observation is multiplied by p not equal to 0, or condition under p not equal to 0, then the mean of the new observation is px bar. The mean of n observations x1, x2, etc. xn is x bar. If each observation is multiplied by p not equal to 0, then the mean of the new observation is px bar. അടുത്തത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആണ്. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുലയും ഒന്ന് ഓർത്തിരിക്കുക. ഏതാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് x1, x2, etc. xn be the observation of a data and w1, w2, etc. wn be their corresponding weights. Then the weighted arithmetic mean is given by x bar is equal to w1 x1 plus w2 x2 plus etc. plus wn xn divided by w1 plus w2 plus etc. plus wn. That's equal to sigma wx divided by sigma w. Weighted arithmetic mean x bar is equal to sigma wx divided by sigma w. അടുത്തത് കമ്പൈൻ അരിത്തമെറ്റിക് മീൻ ആണ്. കമ്പൈൻ അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള ഫോർമുല ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇഫ് x1 bar and x2 bar are the means of two groups of n1 and n2 observations respectively, the mean of the combined groups of n1 plus n2 observation is given by x bar is equal to n1 x1 bar plus n2 x2 bar divided by n1 plus n2. If x1 bar and x2 bar are the means of two groups of n1 and n2 observations respectively, the mean of the combined group of n1 plus n2 observations is given by x bar is equal to n1 x1 bar plus n2 x2 bar divided by n1 plus n2. അടുത്ത ടൂളാണ് മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണ്. ഒരു റോ ഡേറ്റയിൽ നിന്ന് എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൺസിഡർ എ റോ ഡേറ്റ ഹാവിംഗ് n ഒബ്സർവേഷൻസ്. ടു ഫൈൻഡ് ദ മീഡിയൻ, ഫസ്റ്റ് അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ദെൻ മീഡിയൻ ഈസ് ദ n+1/2th ഐറ്റം ഇൻ ദ ഡേറ്റ. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ n+1/2th ഐറ്റം കണ്ടുപിടിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റയായിരിക്കും എന്തെന്ന് പറയുന്നത് മീഡിയൻ എന്ന്
പറയുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 5.5 അല്ലെങ്കിൽ 6.5 എന്ന് പറയുന്ന ഒരു 2 വാല്യൂസ് നമുക്ക് കിട്ടും. അങ്ങനെ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആറാമത്തെയും ഏഴാമത്തെയും ഐറ്റത്തിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ മീഡിയൻ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡേറ്റയെ നമ്മൾ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കും. അതിനുശേഷം n+1/2 വേർ n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. n+1/2 കണ്ടുപിടിക്കും. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിൽ n+1/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിൽ n+1/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മീഡിയൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ n/2 ഒബ്സർവേഷൻ ഉൾക്കൊള്ളുന്ന ക്ലാസ് ഏതാണെന്ന് നമുക്കതിനകത്ത് നോക്കുക. n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. n/2 ഒബ്സർവേഷൻ ഉൾക്കൊള്ളുന്ന ക്ലാസ് ആയിരിക്കും മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ആ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. മീഡിയൻ = L + n/2 - m × c / f. ഇവിടെ L എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് ദ മീഡിയൻ ക്ലാസ് ആണ്. L എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് ദ മീഡിയൻ ക്ലാസ്. C എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവൽ ഓഫ് ദ മീഡിയൻ ക്ലാസ്. C എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവൽ ഓഫ് ദ മീഡിയൻ ക്ലാസ്. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. ആൻഡ് M എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. M എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. അടുത്ത ഒരു ടൂളാണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് മോഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഡേറ്റ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയും നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്ക് മോഡൽ ക്ലാസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. മോഡൽ ക്ലാസ് ഈസ് ദ ക്ലാസ് ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി. മോഡൽ ക്ലാസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. മോഡ് = L + f1 - f0 × c / f1 - f0 + f1 - f2 that is equal to L + f1 - f0 × c / 2f1 - f0 - f2 where L = lower bound of the model class, f1 = frequency of the model class, f0 = frequency of the preceding class to the model class, f2 = frequency of the succeeding class to the model class, c = class interval of the model class. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മീൻ, മീഡിയൻ ആൻഡ് മോഡ് തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഈ റിലേഷൻ നമുക്ക് തന്നത് കാർൽ പിയേഴ്സൺ ആണ്. ഏതാണ് ആ റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. മീൻ മൈനസ് മോഡ് = 3 times of mean minus median. That's equal to mod = 3 median minus 2 mean. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 വാല്യൂ നമുക്കറിയാമെങ്കിൽ മൂന്നാമത്തെ വാല്യൂ നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മീൻ മൈനസ് മോഡ് = 3 times of mean minus median അല്ലെങ്കിൽ മോഡ് = 3 median minus 2 mean. അടുത്ത ഒരു ടൂളാണ് ജിയോമെട്രിക് മീൻ. ഒരു റോ ഡേറ്റയിൽ നിന്ന് ജിയോമെട്രിക് മീൻ കാണുന്നതിനുള്ള ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. കൺസിഡർ എ റോ ഡേറ്റ ഓഫ് എൻ ഒബ്സർവേഷൻ x1, x2, x3, etc. xn. The geometric mean of the data is given by geometric mean = nth root of x1 into x2 into x3 into etc. xn. That's equal to x1 into x2 into x3 into etc. xn raised to 1 by n. The geometric mean of n items x1, x2, x3, etc. xn is given by geometric mean = nth root of x1 into x2 into x3 into etc. xn. That's equal to x1 into x2 into x3 into etc. raised to 1 by n. അഞ്ചാമത്തെ ടൂളാണ് ഹാർമോണിക് മീൻ. ഒരു റോ ഡേറ്റയിൽ നിന്ന് ഹാർമോണിക് മീൻ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് x1, x2, etc. xn be the series of n observation. Then the harmonic mean hm of the series is given by harmonic mean = n divided by sigma 1 by x. Harmonic mean = n divided by sigma 1 by x.
ഹാർമോണിക് മീൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സ്പീഡും ടൈമും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നത്. ഹാർമോണിക് മീനിൻ്റെ ഉപയോഗം എവിടെയൊക്കെയാണ്? സ്പീഡും ടൈമും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട റേറ്റ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർമോണിക് മീൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഇവ തമ്മിലുള്ള ഒരു റിലേഷനാണ്. സാധാരണ PSC പരീക്ഷകളിൽ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത്. ഈ 3 റിലേഷൻ നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഫസ്റ്റ് റിലേഷൻ ഈസ് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ജിയോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഫോർ എ സെറ്റ് ഓഫ് പോസിറ്റീവ് വാല്യൂസ് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ജിയോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഹാർമോണിക് മീൻ. Second one, when all the observations are same, then arithmetic mean is equal to geometric mean is equal to harmonic mean. When all the observations are same, arithmetic mean is equal to geometric mean is equal to harmonic mean. Third relation, gm square is equal to am into hm. Gm square is equal to am into hm. That is gm is equal to square root of am into hm. ഈ 3 റിലേഷനും ഒന്ന് ഓർത്തിരുന്നേക്കണം. ഇത് വെച്ചിട്ട് ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ലെവൽ പ്രോബ്ലം ചിലപ്പോൾ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഫസ്റ്റ് റിലേഷൻ am ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു hm. വെൻ ഓൾ ദ ഒബ്സർവേഷൻസ് ആർ ദ സെയിം, am is equal to gm is equal to hm. തേർഡ് വൺ, gm square is equal to am into hm. That is gm is equal to square root of am into hm. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഏവർക്കും PSC ഫാക്ട് ഫാൾ ടീമിൻ്റെ വിജയാശംസകൾ.